പെട്ടെന്ന് മന്ത്രി വി ശിവൻകുട്ടിയുടെ വാക്കുകളിലേക്ക് പോകേണ്ടതുണ്ട്. കാരണം PM ശ്രീയുമായി ബന്ധപ്പെട്ട് എന്തുകൊണ്ട് കേരളം അതിൽ ചേരാൻ തീരുമാനമെടുത്തു എന്ന കാര്യത്തിൽ അദ്ദേഹം വിശദീകരണം നടത്തുകയാണ്. അപ്പോൾ ഈ ഫണ്ട് ഇത്രയും ദിവസമായിട്ട് ഇപ്പോൾ കിട്ടുന്നില്ല. കേരളത്തിൽ നമ്മൾ ഇപ്പോൾ തൊഴിൽ വകുപ്പ്, നമ്മുടെ കൃഷി വകുപ്പ് കേന്ദ്ര ഗവൺമെൻറ് ഫണ്ട് വാങ്ങി, ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് വാങ്ങി, അതേപോലെ തന്നെ ആരോഗ്യ വകുപ്പ് വാങ്ങി. പൊതുവിദ്യാഭ്യാസ വകുപ്പ് മാത്രം വാങ്ങേണ്ട കാര്യം ഇല്ലല്ലോ. കേരളത്തിൻ്റെ ഒരു വിദ്യാഭ്യാസ പാരമ്പര്യവും സംസ്കാരവുമുണ്ട്. അത് മുറുകെ പിടിച്ചുകൊണ്ട് മാത്രമേ കാര്യങ്ങൾ ചെയ്യുള്ളൂ. ഇപ്പോൾ ഉദാഹരണം, പാഠപുസ്തകം പ്രിന്റ് ചെയ്തപ്പോൾ ചരിത്ര നായകന്മാരെയും ചരിത്ര സംഭവങ്ങളെ ഒഴിവാക്കിക്കൊണ്ടുള്ള പാഠപുസ്തകം പ്രിന്റ് ചെയ്തു. മഹാത്മാഗാന്ധിയുടെ മരണം അടക്കമുള്ള കാര്യങ്ങൾ ഒഴിവാക്കിക്കൊണ്ടുള്ള ചെയ്തു. കേരളമാണ് ബദൽ പാഠപുസ്തകം ഇറക്കുന്നതിന് വേണ്ടി തയ്യാറാക്കിയത്. വിട്ടുവീഴ്ചയും ചെയ്തിട്ടില്ല. അതേപോലെ ഫണ്ട് നമ്മളെ കുട്ടികൾക്ക് കിട്ടേണ്ട ഫണ്ട് എന്തെങ്കിലും സാങ്കേതികത്വം പറഞ്ഞ് മാറ്റപ്പെടേണ്ട കാര്യമില്ല. അത് ഫണ്ട് വാങ്ങിയിട്ട് കേരളത്തിൻ്റെ ജനങ്ങൾക്ക് അനുയോജ്യമായിട്ടുള്ള, കേരളത്തിൻ്റെ സംസ്കാരത്തിന് അനുയോജ്യമായിട്ടുള്ള, കേരളത്തിൻ്റെ ഒരു വിദ്യാഭ്യാസ പാരമ്പര്യം ഉണ്ട്. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ പ്രകടനപത്രത്തിൽ പറയുന്ന കാര്യങ്ങൾ അതിൽ ഊന്നിയൊന്നുകൊണ്ട് ഈ ഫണ്ട് വാങ്ങി ഞാൻ ഈ പറഞ്ഞ വിഭാഗത്തിൻ്റെ സഹായം ചെയ്യണമെന്നുള്ളതാണ്. അത് പോസിറ്റീവായിട്ട് മാത്രം എടുത്താൽ മതിയാവും. അത് നെഗറ്റീവായിട്ട് എടുക്കേണ്ട കാര്യമില്ലെന്നാണ് എനിക്ക് തോന്നുന്നത്. ഇതുവരെ ഞങ്ങൾ വാങ്ങിയ ഫണ്ടിൻ്റെ ഒരു സ്ഥലത്ത് വച്ചിട്ടില്ലല്ലോ. അത് കേന്ദ്രീയ വിദ്യാലയത്തിൻ്റെ അവിടെ സ്കൂളിൻ്റെ മുന്നിൽ വെച്ചിട്ടുണ്ട്. നമ്മുടെ അവിടെ വയ്ക്കണമെന്നൊന്നും അവർ ഇൻസിസ്റ്റ് ചെയ്യുന്നൊന്നുമില്ല. അതൊക്കെ നമുക്ക് ഒരു പൊതു കാര്യമല്ലേ. നിങ്ങളും ഈ കുട്ടികൾക്ക് ഫണ്ട് കിട്ടട്ടെ എന്നുള്ളതിൻ്റെ നിലപാടെടുക്കുക. നമ്മുടെ കുട്ടികളല്ലേ, നമ്മളെന്തിനാ ഈ ഫണ്ട് കളയാണ്? അതാണ് മിനിസ്റ്റർ പറയുന്നത്. കേരളത്തിന് അവകാശപ്പെട്ട പണമാണ് കേന്ദ്രം തരാനുള്ളത്. അപ്പോൾ കേരളത്തിന്റെ വിദ്യാഭ്യാസ നയങ്ങളിൽ മാറ്റങ്ങൾ വരുത്താതെ തന്നെ ആ ഫണ്ട് നേടിയെടുക്കാനുള്ള ശ്രമമാണ് കേരളം നടത്തുന്നത് എന്ന് പറയുന്നത്. ഇതിനെ കാണണമെന്നുള്ളൊരു അഭ്യർത്ഥനയാണ് അദ്ദേഹം നടത്തുന്നത്. CPIയുടെ എതിർപ്പിനെ കുറിച്ചുള്ള ചോദ്യമാണ് ഏറ്റവും ഒടുവിലായി വരുന്നത്. അതൊക്കെ പൊതുകാര്യങ്ങളിലുള്ള വിമർശനമാണ് എന്ന് അദ്ദേഹം അതിനെ ലഘുവായി കാണുകയാണ് ഇപ്പോൾ ചെയ്യുന്നത്.